കൽപ്പനയാൽ വൃത്തിന്മാർ കൽപാത്രങ്ങളിലെ തീയ നീർ സ്വാദും മേന്മയുമേറിയിടും വീഞ്ഞാക്കി തീർത്താൻ കർത്തൻ. കൊത്തനെ ഞായറും പേത്രത്തായും. വലിയ നോമ്പ് ആരംഭത്തിന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയാണ് കൊത്തനെ ഞായർ എന്നറിയപ്പെടുന്നത്. ഈ ദിവസം യേശു ക്രിസ്തു തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നു. പരിശുദ്ധ മാതാവിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്നു. പേത്രത്ത ഞായറാഴ്ചയ്ക്ക് ശേഷമാണ് വലിയ നോമ്പ് ആരംഭിക്കുന്നത്. സിറിയൻ പദമായ പെത്തൂർത്ത എന്നാൽ തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ അനുരഞ്ജനം എന്നാണ് അർത്ഥമാക്കുന്നത്. സ്വന്തം ജീവിതത്തിലേക്കും യഥാർത്ഥ അനുരഞ്ജനത്തിലേക്കും തിരിഞ്ഞു നോക്കുന്നതിന്റെ ഒരു ആരാധന ക്രമമാണിത്. വലിയ നോമ്പിന് തൊട്ടു മുമ്പുള്ള അവസാന ഞായറാഴ്ചയെ സീസ് ഫെയർ എന്നും വിളിക്കുന്നു. കാരണം അടുത്ത ദിവസം നാം എല്ലാ മൃഗ ഉൽപ്പന്നങ്ങളിൽ നിന്നും മത്സ്യത്തിൽ നിന്നും വീഞ്ഞിൽ നിന്നും പൂർണ്ണ ഉപവാസം ആരംഭിക്കുന്നു. വലിയ നോമ്പിനുള്ള തയ്യാറെടുപ്പിന്റെ അവസാന ദിവസമാണിത്. ഈ ദിവസം ആത്മീയമായ ഒരുക്കത്തിൻ്റെത്. നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്താനുള്ള ഒരു ദിവസമാണിത്. സഭയിൽ നോമ്പിന് നിശ്ചിതമായ ഘടനയും രൂപവും ശൈലിയുമുണ്ട്. സുറിയാനി സഭയിൽ ഏറ്റവും പ്രധാനമായ പാരമ്പര്യം അതിന്റെ പ്രാരംഭത്തിൽ അതിന്റെ അനുഷ്ഠാന തലത്തിൽ നിലനിന്നു വരുന്നത്. പേത്രത്ത ഞായറാഴ്ച എല്ലാ വീടുകളിലും മീനും മാംസവും എല്ലാം തയ്യാറാക്കും. ഇതെല്ലാം കഴിഞ്ഞ് സന്ധ്യ കഴിയുമ്പോൾ ഭക്ഷണത്തിന് ശേഷം ഈ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ നിന്നും ഇതെല്ലാം മാറ്റും. മത്സ്യമാംസ വിഭവങ്ങളുടെ ലവശേഷം പോലും ഇല്ലാത്ത വിധത്തിൽ അത് മാറ്റിയിട്ട് ഒരു സസ്യാഹാര ക്രമം അതിന്റെ കൃത്യതയിൽ പാലിക്കുന്നതിനുള്ളതായിട്ടുള്ള ഒരു ക്രമീകരണം വീടുകളിലും ഉണ്ടാക്കും. ഇത് ഒരു ഭൗതികമായിട്ടുള്ള ക്രമീകരണമാണെങ്കിൽ പോലും വീട്ടിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് നോമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നോമ്പിന്റെ അനുഷ്ഠാനത്തെക്കുറിച്ചും ഹൃദയത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു സ്വാധീനമാണ് ഇത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പിന്റെ ആരംഭം വീടുകളിൽ അടുക്കളയിൽ നിന്നും ലഭിക്കണം. മത്സ്യമാംസാദികളിൽ നിന്നും മാറി ഒരു സമ്പൂർണ്ണ സസ്യാഹാര രീതിയിലേക്ക് മാറുന്നു. ഇത് അതിന്റെ ഒരു ബാഹ്യമായ അനുഷ്ഠാനമാണ്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു പല കാര്യങ്ങളുടെ ക്രമീകരണവും നടത്തുന്നു. പ്രത്യേക പ്രാർത്ഥനകൾ, അധിക ഉപവാസം, ഉദാരമായ ദാനധർമ്മം എന്നിവ പാപമോചനത്തിനുള്ള ഏറ്റവും നല്ല മാർഗമായി സൂചിപ്പിച്ചിരിക്കുന്നു. അതിനാൽ വലിയ നോമ്പിൽ എല്ലാവരും കൂടുതൽ പ്രാർത്ഥിക്കണം. അവർക്ക് വളരെ പ്രിയപ്പെട്ട ചില ഇനങ്ങളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കണം. കൂടാതെ യഥാർത്ഥ ആവശ്യത്തിലുള്ള ഒരു വ്യക്തിയെങ്കിലും ക്രിയാത്മകമായി സഹായിക്കണം. 40 നാൾ ഉപവസിക്കുക. വിശക്കുന്നവൻ അപ്പം കൊടുക്കുക. ഉശേസുദിനെ പോൽ ദിവസവും 7 വട്ടം പ്രാർത്ഥിക്കുക. നോമ്പിൽ 3 കാര്യങ്ങളാണ് മോർ അപ്രേം ഉപദേശിക്കുന്നത്. ഉപവസിക്കുക, വിശക്കുന്നവന് അപ്പം കൊടുക്കുക, ദിനം 7 വട്ടം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സുറിയാനി സഭയുടെ ക്രമമനുസരിച്ചിട്ടുള്ളതായ പ്രാർത്ഥനകൾ നിർവഹിക്കുക എന്നുള്ളതാണ്.